ഹായ് ഫ്രണ്ട്സ്, ഹെൽപ്പ് മീയിലൂടെ യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. കുറേ നാളായിട്ട് എൻ്റെ പുരുഷ സുഹൃത്തുക്കൾ ചോദിച്ചിരുന്ന ഒരു ചോദ്യത്തിനുള്ള വീഡിയോ ആണിത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞിരുന്നു ഉടൻ ഇതിനൊരു വീഡിയോയുമായി വരാമെന്ന്. അതിന് എനിക്ക് വന്നൊരു കമൻറ്റ് വായിച്ച് ഞാൻ കുറേ ചിരിച്ചു. അത് ഇപ്രകാരമായിരുന്നു: കാഞ്ചന മൊയ്തീനെ കാത്തിരുന്നതിലും അധികമായി ഞങ്ങൾ ആ വീഡിയോയ്ക്കായി കാത്തിരിക്കും. ഇങ്ങനെയായിരുന്നു. അപ്പൊ നിങ്ങളുടെ കാത്തിരിപ്പിന്റെ ദൈർഘ്യം കൂട്ടുന്നില്ല. ഇന്നത്തെ വീഡിയോ താടിയും മീശയും നല്ലതുപോലെ വളരാത്തവർക്ക് വേണ്ടി ഉള്ളതാണ്. ആദ്യം തന്നെ പറയട്ടെ, ദയവായി വീഡിയോ ഫുൾ ക്ലിയർ ആയി കേൾക്കണേ. എന്നിട്ടും സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. കാരണം പലരും വീഡിയോ ഫുൾ കേൾക്കാതെ പകുതി കേട്ടിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. ഇവർ ഈ ചോദിക്കുന്നതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ ഓൾറെഡി ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുമാകും. ഞാൻ ഈ പറയുന്ന ടിപ്പ് 1-2 ദിവസം കൊണ്ട് മറുപടി കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ആരും പ്രതീക്ഷിക്കുകയും വേണ്ട. തുടർച്ചയായി ചെയ്താൽ 2-3 മാസം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടി തുടങ്ങും. നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഒരു വീഡിയോ ആണ് ഉരുക്കു വെളിച്ചെണ്ണ, അതായത് വെർജിൻ കോക്കനട്ട് ഓയിൽ. ഗൾഫിലുള്ളവർക്ക് ഇത് അവിടെ വാങ്ങാൻ കിട്ടുമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടോ? ഞാൻ നെറ്റിലും സെർച്ച് ചെയ്തു. ഗൾഫിൽ കിട്ടുമെന്നാണ് അതിലും കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങാൻ ശ്രമിക്കുക. വെർജിൻ കോക്കനട്ട് ഓയിൽ, എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ, ഇങ്ങനെ 2 രീതിയിലും കിട്ടും. നാട്ടിലും പലയിടത്തും ഇത് വിൽക്കുന്നുണ്ട്. എവിടെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പലരും കമന്റ് ഇട്ടിട്ടുണ്ട് അവരുടെ നാട്ടിൽ മേടിക്കാൻ കിട്ടുമെന്ന്. ഇനി ഇത് വാങ്ങാൻ കിട്ടാത്തവർക്കായി ഞാൻ ഈ ഉരുക്കു വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ ഇടാം. കാരണം നമുക്ക് ഇതിന് വേണ്ട പ്രധാന ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഉരുക്കു വെളിച്ചെണ്ണയാണ്. പിന്നെ അടുത്ത ഇൻഗ്രീഡിയന്റ് കറിവേപ്പില. നിങ്ങൾ ഈ ഉരുക്കു വെളിച്ചെണ്ണ വീട്ടിൽ ഉണ്ടാക്കുന്നുവെങ്കിൽ എണ്ണ തെളിഞ്ഞു തുടങ്ങുന്ന സമയത്ത് അത് കുറച്ച് കറിവേപ്പില ഇടാം. എത്ര വേണമെന്നില്ല, ഒരു പിടി ഇടാം. കറിവേപ്പിലയാണ്, കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോ അങ്ങനെ ചെയ്യാത്തവർക്ക് ഉള്ള മെത്തേഡും ഞാൻ പറയുന്നുണ്ട്. പിന്നെ 3ാമത്തെ ഇൻഗ്രീഡിയന്റ് ആവണക്കെണ്ണ, അതായത് കാസ്റ്റർ ഓയിൽ. എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും അല്ലെങ്കിൽ അങ്ങാടി കടകളിൽ, സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം ഇത് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ വേണ്ടത് കുറച്ച് കടുക്. ഈ 4 ഇൻഗ്രീഡിയൻസും അത്യാവശ്യമാണ്. അതുകൊണ്ട് ചേച്ചി അതില്ലേ കുഴപ്പമുണ്ടോ, ഇതില്ലേ കുഴപ്പമുണ്ടോ എന്നാരും ചോദിക്കല്ലേ. ഇനി നിങ്ങൾക്ക് ഒരു കാരണവശാലും ഉരുക്കു വെളിച്ചെണ്ണ കിട്ടാൻ ചാൻസ് ഇല്ല എങ്കിൽ മാത്രം സാധാ വെളിച്ചെണ്ണയിൽ ഞാൻ ഈ പറയുന്നത് പോലെ ചെയ്യുക. ആദ്യം ഒരു പാൻ എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ഉരുക്കു വെളിച്ചെണ്ണ വീട്ടിൽ ഉണ്ടാക്കിയവർ ആണെങ്കിൽ അത് ഉണ്ടാക്കിയപ്പോൾ കറിവേപ്പില ഇട്ടില്ല എങ്കിൽ ഈ പാനിലേക്ക് കുറച്ച് ഉരുക്കു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കുക. ഇനി ഉരുക്കു വെളിച്ചെണ്ണ ഇല്ലാത്തവരാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ കടുക് താളിക്കാൻ കടുകിടത്തില്ലേ, അതുപോലെ കുറച്ച് കടുക് ഇടുക. ആ കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് ആ ഇല നല്ലതുപോലെ ഫ്രൈ ആകണം. ഇനി ഉരുക്കു വെളിച്ചെണ്ണ വീട്ടിൽ ഉണ്ടാക്കിയവർ ഇതുപോലെ കറിവേപ്പില ഇട്ടാണ് ഉണ്ടാക്കിയതെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ കറിവേപ്പില ഇടേണ്ട ആവശ്യമില്ല. തീ കൂട്ടിയിട്ട് ഇല കരിക്കരുത്, ഗുണം കിട്ടത്തില്ല. ഈ എണ്ണയുടെ അളവ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. എണ്ണ കൂടുന്നതനുസരിച്ച് കടുകിന്റെയും കറിവേപ്പിലയുടെയും അളവ് കൂട്ടിയാൽ മതി. ഉദാഹരണത്തിന് ഒരു 5-10 ടേബിൾ സ്പൂൺ എണ്ണയാണെങ്കിൽ 1 ടീസ്പൂൺ കടുകും 2-3 തണ്ട് കറിവേപ്പിലയും മതിയാകും. ഇത് എത്ര മാസങ്ങൾ വേണേലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്ന ഒരു എണ്ണയാണ്. അപ്പോൾ കൂടുതൽ ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമില്ല. ഇനി കറിവേപ്പില നല്ലതുപോലെ ഫ്രൈ ആയ ശേഷം തീ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വെക്കുക. തണുത്ത ശേഷം അരിച്ചെടുക്കണം. ഇനി ഈ അരിച്ചെടുത്ത എണ്ണ എത്രയും ഉണ്ടോ അത്രയും അളവിൽ തന്നെ ആവണക്കെണ്ണ എടുത്ത് ഈ എണ്ണകൾ രണ്ടും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി ഇത് മിക്സ് ചെയ്ത് ഇനിയിപ്പോ ഈ ആവണക്കെണ്ണ അല്പം കുറഞ്ഞാലും കൂടിയാലും പ്രശ്നമില്ല കേട്ടോ. കാരണം ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണയാണ്, 2 ടേബിൾ സ്പൂൺ തന്നെ ആവണക്കെണ്ണ വേണം, അങ്ങനെയല്ല. കുറച്ച് കൂടിയാലോ കുറഞ്ഞാലോ ഒരു പ്രശ്നവും ഇല്ല. ഇനി ഈ എണ്ണ നല്ലതുപോലെ തണുത്ത ശേഷം ഒരു ബോട്ടിലിൽ ഒഴിച്ചു വെക്കാം. ഇത് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഒക്കെ ഇതിൽ നിന്നും കുറച്ചെടുത്ത് മീശയിലും താടിയിലും തേച്ച് പിടിപ്പിക്കുക. അല്ലെങ്കിൽ രാത്രി ചെയ്യാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് മസാജ് ചെയ്യുക. മസാജ് ചെയ്യുമ്പോൾ അധികം ശക്തിയോടെ ചെയ്യേണ്ട, നമ്മുടെ മുഖമാണ്. സാവധാനം ശക്തി കുറച്ച് പതുക്കെ ഒന്ന് മസാജ് ചെയ്താൽ മതി. എണ്ണ ഒത്തിരി അങ്ങ് തേക്കണ്ട. സാധാരണ നമ്മൾ ശരീരത്തിൽ ലോഷനൊക്കെ തേക്കില്ലേ, അതുപോലെ മതി. ഇനി
നിങ്ങൾക്കത് കഴുകിക്കളയണമെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാം. ഈ എണ്ണ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മുഖം ഒന്ന് ആവി കൊള്ളിക്കുകയോ അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ കഴുകുന്നതോ ഏറ്റവും നന്നായിരിക്കും. ഈ സെയിം എണ്ണ മുടി കൊഴിച്ചിലിനും, അതായത് മുടി കൊഴിച്ചിൽ തടയാനും മുടി വളരാനും വളരെ നല്ലതാണ്. നമ്മുടെ തലമുടിയിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞതെല്ലാം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഈസിയാണ്. ഒരു പ്രാവശ്യം കേട്ടിട്ട് മനസ്സിലായില്ല എങ്കിൽ വീഡിയോ ഒന്നുകൂടി കേൾക്കുക, മനസ്സിലാകും. അപ്പോൾ ഈ പ്രശ്നമുള്ളവരെല്ലാം ഇത് ട്രൈ ചെയ്യുക. എന്നിട്ട് 2 മാസം കഴിഞ്ഞിട്ട് വന്ന് കമന്റ് ഇടാനും, പറ്റുമെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് താടിയും മീശയൊക്കെ വന്നതിന് ശേഷമുള്ള ഫോട്ടോ ഇടാനും മറക്കരുതേ. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.